കൊച്ചി ഇടപ്പള്ളിയിൽ മാരകായുധങ്ങളുമായി ബസ് ജീവനക്കാർ തമ്മിലടിച്ചു. സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. കമ്പിയും കത്തിയുമായാണ് ഇവർ ഏറ്റുമുട്ടിയത്. ബസ് അടിച്ചു തകർക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ലിഡിയ ജേക്കബ് വിശദാംശങ്ങൾ നൽകും. ലിഡിയ, എന്താണ് സംഭവിച്ചത്? കൊച്ചി എടപ്പള്ളി മെട്രോ സ്റ്റേഷന് സമീപമാണ് ഈ മാരകായുധങ്ങളുമായി ബസ് ജീവനക്കാർ തമ്മിലടിച്ചത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അതിൽ തന്നെ പറവൂരിൽ നിന്നുള്ള കിസ്മത്ത് ബസ്സിലെ ജീവനക്കാരാണ് പുളിക്കൽ എന്ന് പറയുന്ന ബസ്സിനെ ആക്രമിച്ചത്. ആദ്യം ഇവർ ബസ്സിന്റെ പിന്നിൽ കൊണ്ടുവന്ന ബസ് നിർത്തുകയും ബസ്സിന്റെ പിന്നിലുള്ള, അതായത് പുളിക്കൽ ബസ്സിന്റെ പിന്നിലെ ഗ്ലാസ് അടിച്ചു തകർക്കുകയും ചെയ്തു. പിന്നീട് മുന്നോട്ട് ബസ് എടുത്ത ശേഷം ഈ രണ്ട് ബസ് ജീവനക്കാരും തമ്മിൽ തർക്കമുണ്ടാവുകയും അത് കഴിഞ്ഞ് കിസ്മത്ത് ബസ്സിലെ ജീവനക്കാർ വന്ന് പുളിക്കൽ ബസ്സിനെ ആക്രമിക്കുകയായിരുന്നു. ബസ്സിന്റെ ചില്ലുകൾ അടിച്ചു തകർക്കുകയും അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. ബസ്സിൽ ആ സമയത്ത് ജീവനക്കാരും യാത്രക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ആർക്കും തന്നെ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ അത്തരത്തിലൊരു വലിയ ഒരു ഭീകരമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു അവിടെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഇത്തരത്തിലുള്ള ആക്രമണത്തിലേക്ക് പോയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പുളിക്കൽ ബസ്സിലെ ജീവനക്കാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതിൽ പോലീസ് ജീവനക്കാരെ കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമങ്ങൾ, ബസ്സും ജീവനക്കാരെയും കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ലിഡിയ ജേക്കബ്, കൊച്ചിയിൽ നിന്ന്.